നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സൗത്ത് കേരള സെക്ഷന്റെ മിഷൻ 7 എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വീണ്ടും വരുന്നവനായ കർത്താവ് യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹപ്രദമായ സമ്പൽ സമൃദ്ധിയുടെ ഒരു പുതുവർഷം നേർന്നുകൊള്ളുന്നു. 2025 സ്വർഗത്തിലെ ദൈവം എപ്രകാരം നമ്മോട് കൂടെ ആയിരുന്നു, അതുപോലെ തന്നെ 2026 സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പുതുവർഷത്തില് നമുക്ക് അറിയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം പഠിക്കുന്നതിന് വേണ്ടി നൽകിയിരിക്കുന്നതായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തെ ആസ്പദമാക്കിയാണ്. ഇന്ന് നമുക്ക് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കി ചിന്തിക്കാം. ഇവിടെ നൽകപ്പെട്ടിരിക്കുന്ന തലക്കെട്ട് യേശു വെളിപ്പെടുത്തപ്പെടുന്നു, അല്ലെങ്കിൽ യേശു വെളിപ്പെടുത്തപ്പെട്ടു. വാക്യം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. നമ്മൾ വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും, അവിടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് അല്ലെങ്കിൽ വീണ്ടും വരുവാനിരിക്കുന്ന, ഇനിമേൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ സ്വർഗത്തിലെ ദൈവം പത്മോസ് ദ്വീപിലായിരിക്കുന്ന യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്തതാണ് വെളിപ്പാട് പുസ്തകം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് പറയുന്നത് വെളിപ്പാടുകാരനായ യോഹന്നാന്റെ വെളിപ്പാട് എന്നാണ്. എന്നാൽ അത് വെളിപ്പെടുത്തി നൽകുന്നത് കർത്താവ് യേശു ക്രിസ്തുവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. AD 95 കുറ്റവാളികളെ പാർപ്പിച്ചിരിക്കുന്ന പത്മോസ് ദ്വീപിൽ ആയിരുന്ന വെളിപ്പാടുകാരനായ യോഹന്നാന് ഒരു ദർശനം ലഭിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്, കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി എന്ന്. എന്താണ് കർത്തൃ ദിവസം എന്ന് ചോദിച്ചാൽ, കർത്താവായ ദൈവത്തിന്റെ ദിവസം, യഹോവയുടെ ദിവസം, സ്വർഗത്തിലെ ദൈവത്തിന്റെ ദിവസം. കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ പ്രകാരം പറയുന്നു, മനുഷ്യപുത്രൻ ശബദിനും കർത്താവാകുന്നു. അപ്പോൾ കർത്താവായ ദൈവത്തിന്റെ ദിവസം, കർത്തൃ ദിവസം എന്ന് പറയുന്നത് ശബദാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി യെശയ്യാപ്രവചനം 58-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങളിൽ യഹോവയുടെ ശബദ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ കർത്തൃ ദിവസം, ശബദ് ദിനത്തിൽ വെളിപ്പാടുകാരനായ യോഹന്നാന് സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന കാര്യങ്ങളാണ് യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതി സൂക്ഷിച്ചിരിക്കുന്നതെന്ന് കാണുവാൻ സാധിക്കും. ഇനി വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നിഗൂഢമേറിയ മൃഗങ്ങളെയും അതുപോലെ തന്നെ പലവിധമായിട്ടുള്ള കാര്യങ്ങളെ പ്രതീകാത്മകമായി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകമെന്ന് കാണുവാൻ സാധിക്കാം. ഇനി ഈ മൃഗങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ പാമ്പിനെ കുറിച്ചൊക്കെയും നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതൊക്കെയും പ്രതീകാത്മകമായിട്ട് മറ്റൊന്നിനെ പ്രദാനം ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എങ്കിൽ തന്നെയും വെളിപ്പാട് പുസ്തകം വായിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഒന്നീ ഭീതി അല്ലെങ്കിൽ ഭയമായിരിക്കും, അല്ലെങ്കിൽ പ്രത്യാശയുടേതായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും. കാരണം ഇതൊക്കെയും ഈ ഭൂമിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ യോഹന്നാൻ അപ്പോസ്തലന്റെ സമയം മുതൽ AD 95 മുതൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും വരെ ഈ ഭൂമിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളാണ് സ്വർഗത്തിലെ ദൈവം, കർത്താവ് യേശുക്രിസ്തു, അറുക്കപ്പെട്ട കുഞ്ഞാട്, യഹൂദ ഗോത്രത്തിലെ സിംഹം യോഹന്നാൻ അപ്പോസ്തലന് വെളിപ്പെടുത്തി കൊടുക്കുകയും യോഹന്നാൻ അപ്പോസ്തലൻ അത് തന്റെ പുസ്തകത്തിൽ എഴുതി സൂക്ഷിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ പുസ്തകം ഇന്ന് ഈ 2000 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ന് 2000 വർഷങ്ങൾ തികഞ്ഞു കഴിയുന്ന ഈ വേളയിൽ ഈ പുസ്തകം നമുക്ക് നൽകുന്നത് പ്രത്യാശയാണ്. കർത്താവ് യേശുക്രിസ്തു വീണ്ടും വരുന്നു. ആ ക്രിസ്തുവിനോടൊപ്പം നിത്യതയിൽ വസിക്കുവാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ഒരുക്കങ്ങളാണ് ചെയ്യേണ്ടത് എന്നൊക്കെയും വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അതുകൊണ്ട് ഈ പുതുവർഷത്തിൽ നമുക്ക് വെളിപ്പാട് പുസ്തകത്തെ ആധാരമാക്കി വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം മുതൽ തുടർന്നുള്ള ഭാഗങ്ങളെ മിഷൻ 7 എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് എല്ലാവർക്കും പഠിക്കാം. അതിനായി ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് കണ്ണുകൾ അടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടിയുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, അടിയുടെ ജീവിതത്തിൽ 2025 വർഷത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെയും കൂടെ ഇരുന്ന ദൈവം ഈ 2026 അടിയങ്ങളോടൊപ്പം കൂടെ ഇരിക്കണം. പ്രത്യേകിച്ച് കർത്താവേ, ഈ പുതുവർഷത്തിൽ അടിയങ്ങൾ വെളിപ്പാട് പുസ്തകത്തെ ആസ്പദമാക്കി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗീയ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ ശക്തി അടിയങ്ങളോട് കൂടെ ഇരുന്ന അടിയങ്ങളെ നിറച്ച് നയിച്ചവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് അടിയക്കായി കാൽവരിയിൽ മരിച്ചുയർത്തുന്നേക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.